നിരവധി ചിത്രങ്ങളിലെ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളാൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ താരമാണ് നടി ഷീലു എബ്രഹാം. ഒരു നടി എന്നതിലുപരി ഒരു നിർമ്മാതാവ് കൂടിയാണ്, ഒരു ബിസിനസ്സുകാരി കൂടിയൊക്കെയാണ് ഷീലു. പലപ്പോഴും തന്റെ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നയാളാണ് നടി ഷീലു. ഇന്ന് ബിസിനസ് രംഗത്തേക്കും ഷീലു കടന്നു വന്നിരിക്കുന്നു. ബിസിനസ്സുകാരനായ ഭർത്താവിന്റെ വലിയ പിന്തുണ ഷീലുവിനുണ്ട്. ഇതേക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ ഷീലു വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഭർത്താവിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഷീലു പങ്കുവച്ചു. ഞാനൊരു ബിസിനസ്സുകാരിയായി വരുന്നതേ ഉള്ളൂ. ഭർത്താവ് ബിസിനസ് ചെയ്യുന്നത് കണ്ടുള്ള പരിചയമുണ്ട്. പുള്ളി അത്യാവശ്യം നല്ലൊരു ബിസിനസ്സുകാരനാണ്. മറ്റാരിലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ വളരെ കെയർഫുൾ ആണ് അദ്ദേഹം. 50 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ 40 ലക്ഷം സൈഡിൽ വെച്ച് ബാക്കി 10 ലക്ഷമേ പുള്ളി ഉപയോഗിക്കൂ. ബേസ് സ്ട്രോങ് ആക്കി വെക്കും. ഞങ്ങൾ ഇത്രയും സിനിമകൾ ചെയ്തു. അവസാനം ചെയ്ത 2 സിനിമകളും ഫ്ലോപ്പാണ്. ആ 2 സിനിമകളിലൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 12.5 കോടി രൂപയാണ്. പക്ഷേ അത് ഞങ്ങളുടെ ബിസിനസ്സിനെയോ ഫാമിലിയെയോ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ ബാധിച്ചിട്ടില്ല. ഒരു സൈഡിൽ പുള്ളി ഉണ്ടാക്കി വെച്ച സ്ട്രോങ് ആയ ബേസ് ആണത്. പക്ഷേ 12.5 കോടി പോയതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്. പക്ഷേ സിനിമ ചെയ്യുമ്പോൾ ആ ബേസിൽ തൊട്ടുള്ള പൈസയല്ല ഉപയോഗിക്കുന്നത്. ആരോടും കടമേടിച്ചല്ല ഒന്നും ചെയ്യുന്നത്. അത് പുള്ളിക്കാരന്റെ സ്ട്രാറ്റജിയാണ്. ഒരിക്കലും ഒരിടത്തു നിന്നും 5 പൈസ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. 15 സിനിമകൾ ചെയ്തതിൽ 13ലും വലിയ നഷ്ടമില്ല. പക്ഷേ സിനിമയിൽ നിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സിനിമയിൽ നിന്ന് സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കാം എന്ന് പ്രതീക്ഷിച്ചാൽ 500 പ്രൊഡ്യൂസേഴ്സിൽ 10 പേർക്കൊക്കെ അത് ഉണ്ടായിട്ടുള്ളൂ. കൊറോണ സമയത്ത് ഞങ്ങളുടെ 6 ഹോട്ടലുകൾ പൂട്ടേണ്ടി വന്നു. ബോംബെയിലുള്ള ബിസിനസ് പൂർണ്ണമായും നിർത്തി. ആകെ ഉണ്ടായിരുന്ന വരുമാനം ബിൽഡിങ്ങുകളിൽ നിന്നുള്ള വാടകകളായിരുന്നു. വാടകയ്ക്കെടുത്ത കമ്പനികൾ വീണപ്പോൾ വാടക പോലും കിട്ടാതായി. അപ്പോഴും ഞങ്ങളുടെ 450 സ്റ്റാഫുകൾക്കും കൃത്യമായി ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇത്ര ശതമാനം കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. ഭർത്താവ് ഉണ്ടാക്കി വെച്ച ബേസ് ആണ് അന്നും ഞങ്ങളെ നിലനിർത്തിയത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് പൊട്ടിച്ച് ഞങ്ങൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഷീലു എബ്രഹാം പറയുന്നുണ്ട്. ഷീലു അഭിനയിച്ച മിക്ക സിനിമകളുടെ നിർമ്മാതാവ് ഷീലുവിന്റെ ഭർത്താവാണ്. ഇതിന്റെ പേരിൽ ചിലപ്പോഴൊക്കെ ട്രോളുകളും ഷീലുവിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. 15 സിനിമകളാണ് ഇരുവരും ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളത്. സിനിമയിൽ എനിക്ക് ആരെയും കണ്ടു പഠിക്കാനില്ല. ഒരു മനുഷ്യന്റെ സൗന്ദര്യമല്ല പ്രധാനമെന്ന് ഷീലു പറയുന്നു. അവരെങ്ങനെ നമ്മളോട് പെരുമാറുന്നു എന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ പോലും നമുക്ക് ഫീൽ ചെയ്യും. റിയാക്ഷൻസ് ആണ്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും നമുക്കൊരു വ്യക്തിയോട് ഇഷ്ടവും വെറുപ്പും തോന്നാം. അല്ലാതെ അവർ സ്ക്രീനിൽ അഭിനയിച്ച് മറിയുന്നത് കണ്ടിട്ടോ അവരുടെ സൗന്ദര്യം കണ്ടിട്ടോ അവരുപയോഗിക്കുന്ന ആഭരണം കണ്ടിട്ടോ അല്ല ഞാനൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും മനുഷ്യരാണ്. ഒരാളെ കണ്ടുപഠിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയുക KR നാരായണനെയാണ്. സിനിമയിലുള്ള ആരെയും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവരെല്ലാം മനുഷ്യന്മാരാണ്. ഗ്ലാമർ ലോകത്തിലുള്ള അവർ ഗ്ലാമർ രീതിയിൽ പെരുമാറുന്നു. ആരെയും പുകഴ്ത്തി പറയാനും ഇകഴ്ത്തി പറയാനും ഞാനില്ല. അവരും മനുഷ്യരാണ്. സിനിമയിൽ എന്നെക്കുറിച്ച് മോശമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സാരി ബിസിനസ്സിൽ നല്ലത് പറയുന്നു. ഇന്ന് നല്ലത് പറഞ്ഞവർ നാളെ ചീത്ത പറയും. ഒന്നും ശാശ്വതമല്ല. അത് സുഹൃത്തുക്കളായാലും ബന്ധങ്ങളായാലും സിനിമയായാലും എന്നാണ് ഷീലു പറയുന്നത്. ഞാൻ നിർമ്മാതാവാണെന്നറിയാതെ എന്നെ സിനിമയിൽ കണ്ടിഷ്ടപ്പെട്ട ജനങ്ങളുണ്ട്. പക്ഷേ സിനിമാ രംഗത്ത് ജനങ്ങളില്ല. അവിടെ സിനിമ മേക്കേഴ്സിന്റെയാണ്. ആരെ നടിയാക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച പടം വലിയ ഹിറ്റായാൽ എന്നെ ആവശ്യമായി വരും. അല്ലെങ്കിൽ മേക്കേഴ്സിന് എന്നെ ആവശ്യമില്ലല്ലോ. ഞാൻ അവർക്ക് പ്രിവിലേജ് ഉള്ള നടിയാണ്. നല്ല നടിയെന്ന് പേര് വേണമെങ്കിൽ ഞാൻ പുറത്തു നിന്ന് വരുന്ന അവസരങ്ങൾ വേണം. ഹിറ്റാകുന്ന സിനിമകളുടെ ഭാഗമാകാൻ പറ്റണം. അതിന് വിളിക്കുന്നത് മേക്കേഴ്സ് ആണ്. ഹിറ്റ് സിനിമ മാത്രം പോരാ, നമ്മളൊരു നടി മാത്രമായിരിക്കണം. അപ്പോഴേ അവർ സ്പേസ് തരൂ എന്നും താരം പറയുന്നു.